നമസ്കാരം, എല്ലാവർക്കും ഗോകുലമലയിലേക്ക് സ്വാഗതം. ഹനുമാനും കാളിദേവിയും തമ്മിലുള്ള ബന്ധം കൃത്തിവാസി രാമായണത്തിൽ പരാമർശിക്കുന്നുണ്ട്. മഹീരാവണ ഇതിഹാസത്തിലെ രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിലാണ് ഇവരുടെ കൂടിക്കാഴ്ച നടക്കുന്നത്. രാവണന്റെ വിശ്വസ്ത സുഹൃത്തായിരുന്നു മഹീരാവണൻ, സഹോദര തുല്യൻ. തൻ്റെ പുത്രനായ മേഘനാഥൻ കൊല്ലപ്പെട്ടതിന് ശേഷം രാവണൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും വധിക്കാൻ പാതാളലോക രാജാവായ മഹീരാവണനെ തിരഞ്ഞെടുക്കുന്നു. ഒരു രാത്രി മഹീരാവണൻ തൻ്റെ മായ ഉപയോഗിച്ച് വിഭീഷണന്റെ രൂപം സ്വീകരിച്ച് രാമന്റെ പാളയത്തിൽ പ്രവേശിച്ചു. അവിടെ അദ്ദേഹം വാനരസേനയുടെ മേൽ നിദ്രാമന്ത്രം ചൊല്ലി രാമനെയും ലക്ഷ്മണനെയും തട്ടിക്കൊണ്ടുപോയി പാതാള ലോകത്തേക്കാണ് കൊണ്ടുപോയത്. അദ്ദേഹം മഹാമായ ദുർഗയുടെ അനുയായിയായ ഒരു ഭക്തനായിരുന്നു. അയോധ്യയിലെ വീരരായ പോരാളികളെ ദേവിക്ക് ബലിയർപ്പിക്കാൻ രാവണൻ അവനെ ബോധ്യപ്പെടുത്തുന്നു. മഹീരാവണൻ അത് സമ്മതിച്ചു. വിഭീഷണനിൽ നിന്ന് പാതാളത്തിലേക്കുള്ള വഴി മനസ്സിലാക്കിയ ഹനുമാൻ തൻ്റെ യജമാനന്മാരെ രക്ഷിക്കാൻ പുറപ്പെട്ടു. പാതാള ലോകത്ത് ഹനുമാൻ തൻ്റെ പുത്രനെന്ന് അവകാശപ്പെടുന്ന മകരധ്വജനെ കണ്ടുമുട്ടുന്നു. മകരധ്വജൻ ജനിച്ചത് ഹനുമാന്റെ വിയർപ്പ് ഭക്ഷിച്ചപ്പോഴാണ്. ഹനുമാൻ അവനെ തോൽപ്പിച്ച് കെട്ടിയിട്ട് കൊട്ടാരത്തിനുള്ളിലേക്ക് പോയി. അവിടെ വെച്ച് ചന്ദ്രസേനനെ കണ്ടുമുട്ടി. യാഗത്തെക്കുറിച്ചും മഹിരാവണനെ കൊല്ലാനുള്ള വഴിയെക്കുറിച്ചും ചന്ദ്രസേനയിൽ നിന്ന് ഹനുമാന് അറിവ് ലഭിച്ചു. ഹനുമാൻ തൻ്റെ വലിപ്പം തേനീച്ചയുടെ വലിപ്പത്തിലേക്ക് ചുരുക്കി മഹാകാളിയുടെ കൂറ്റൻ വിഗ്രഹത്തിലേക്ക് പോയി. രാമനെ രക്ഷിക്കാൻ അനുവദിക്കണമെന്ന് അദ്ദേഹം ദേവിയോട് ആവശ്യപ്പെട്ടു. ഉഗ്രയായ ദേവി സമ്മതിക്കുന്നു. മഹീരാവണൻ രാജകുമാരന്മാരോട് വണങ്ങാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ രാജവംശത്തിൽപ്പെട്ടവരായതിനാലും വണങ്ങാൻ അറിയാത്തതിനാലും അവർ വിസമ്മതിച്ചു. മഹീരാവണൻ അവരെ എങ്ങനെ വണങ്ങണമെന്ന് കാണിക്കാൻ പോകുമ്പോൾ ഹനുമാൻ തൻ്റെ പഞ്ചമുഖ രൂപം സ്വീകരിക്കുന്നു. ഹനുമാന്റെ ഓരോ മുഖങ്ങളും, അതായത് ഗരുഡൻ, നരസിംഹം, വരാഹം, ഹയഗ്രീവൻ, ഹനുമാൻ, ഇങ്ങനെ ഓരോ ശിരസ്സുകളും ഓരോ പ്രത്യേക സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഹനുമാന്റെ ശിരസ് സൂചിപ്പിക്കുന്നത് ധൈര്യവും ശക്തിയും, നരസിംഹം നിർഭയത്വമാണ് സൂചിപ്പിക്കുന്നത്. ഗരുഡൻ സൂചിപ്പിക്കുന്നതാകട്ടെ മാന്ത്രിക വൈദഗ്ധ്യവും പാമ്പുകടി ശമിപ്പിക്കാനുള്ള ശക്തിയുമാണ്. വരാഹം ആരോഗ്യവും ഭൂതോച്ചാടനവുമാണ് സൂചിപ്പിക്കുന്നത്. ശത്രുക്കളുടെ മേലുള്ള വിജയമാണ് ഹയഗ്രീവന്റെ ശിരസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ പഞ്ചമുഖ രൂപമെടുത്ത ഹനുമാൻ 5 ദിശകളിലേക്കും എണ്ണവിളക്കുകൾ സ്ഥാപിച്ച് മഹീരാവണനെ വധിച്ചുകൊണ്ട് അവൻ്റെ തല ഛേദിച്ചെടുക്കുന്നു. പിന്നീട് അദ്ദേഹം ശ്രീരാമനെയും ലക്ഷ്മണനെയും ചുമലിലേറ്റി പുറത്തേക്ക് പറന്നു. അപ്പോഴാണ് ശ്രീരാമൻ ഒരു കാഴ്ച കാണുന്നത്. അതായത് ഹനുമാന്റെ വാലിൽ കെട്ടിയിരിക്കുന്ന മകരധ്വജൻ. ഹനുമാനെ പാതാള രാജാവായി കിരീടം ധാരണം ചെയ്യാൻ ശ്രീരാമൻ ഉത്തരവിടുന്നു. ഇതേ സമയം ഹനുമാനിൽ പ്രസാദിച്ച കാളിദേവി അദ്ദേഹത്തെ തൻ്റെ ദ്വാരപാലകനാകാൻ അനുഗ്രഹിക്കുന്നു. അതിനാലാണ് ദേവിയുടെ ശ്രീകോവിലിൻ്റെ ക്ഷേത്രപ്രവേശന കവാടത്തിൽ ഇരുവശത്തും ഭൈരവനെയും ഹനുമാനെയും കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുന്നത്.